ചേച്ചി, ഇതൊക്കെ എല്ലാവരും കാണുന്നതല്ലേ? ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ? ഞാൻ എടി, എനിക്ക് ഇതൊക്കെ പേടിയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോയതാ. അത് കഴിഞ്ഞ ഓർത്തെ നിന്നോടാണല്ലോ ഇതൊക്കെ പറഞ്ഞതെന്ന്. ചേച്ചി, ആഹാ, അതൊന്നും കുഴപ്പമില്ലടാ. കൂടുതൽ കണ്ട് അതിന് അഡിക്റ്റ് ആവണ്ട എന്നേ ഉള്ളൂ. ഞാൻ താങ്ക്സ് ഡേ. കാണുമ്പോൾ എന്തോ പോലെയാണ്. പിന്നെ ഒരു ഇത് കൊണ്ട് മാത്രം കാണുന്നതാ. ചേച്ചി, അതൊക്കെ ഈ പ്രായത്തിൻ്റെതാ. ഞാൻ ഡേ ചേച്ചി, എന്താടാ? ഞാൻ സോറി ഡേ. ചേച്ചി, എന്തിന്? ഞാൻ ചേച്ചി, ഞാൻ വീട്ടിൽ വന്നപ്പോൾ നീ കാപ്പി തരാൻ അറിയാതെ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ സോറി. ചേച്ചി, നിന്റെ നോട്ടം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ പോട്ടെ എന്ന് വെച്ചിട്ടാ. ചിലരുടെയൊക്കെ നോട്ടം ഇതിലും മോശമാണ്. അത് കേട്ട് ഞാൻ ചിരിച്ചു. ചേച്ചി, ചിരിച്ചോ. ഞാൻ ചേച്ചി, അത് നീ സുന്ദരായത് കൊണ്ടല്ലേ, അതാ. ചേച്ചി, ഒന്ന് പോടാ. ഞാൻ സത്യമാ ചേച്ചി. ചേച്ചി, ഞാൻ അത്രയ്ക്ക് സുന്ദരമൊന്നുമല്ല. മുഖം തന്നെ അത്ര പോരാ. ഞാൻ പോടി അവിടുന്ന്. നിന്റെ മുഖമാണ് വല്ലാത്ത ഭംഗി. മുഖത്തെ ആ പിമ്പിൾസാണ് നിന്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നത്. ചേച്ചി, പോടാ, കളിയാക്കാതെ. ഞാൻ കളിയാക്കിയതല്ലെന്നെ, സത്യം പറഞ്ഞതാ. ചേച്ചി, ആഹാ, നീ ആള് കൊള്ളാലോ. ഞാൻ സോറി ഡി, നീ തുറന്ന് സംസാരിച്ചത് കൊണ്ടാണ് ഞാനും പറഞ്ഞത്. ചേച്ചി, ശരി. ഞാൻ നിന്നെ ചിലപ്പോൾ കാണുമ്പോൾ തന്നെ എന്തോ പോലെയാ. ചേച്ചി, അതെന്താടാ? ഞാൻ അത് നീ ചൂടാവില്ലേട്ടോ. ചേച്ചി, പറഞ്ഞോ. ഞാൻ ഇന്നലെ വൈകുന്നേരം നിന്റെ അവിടം വിയർത്തിരുന്നില്ലേ? അത് കണ്ടപ്പോൾ തന്നെ ഒരു വല്ലാതായി. ചേച്ചി, അയ്യോ, ഞാൻ എന്താടേ? ചേച്ചി, അത് ഇന്നലെ കുറേ ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലായിടത്തും അങ്ങനെ. നല്ലോണം ക്ഷീണിച്ച് അവശയായിട്ടാണ് ഇന്നലെ വന്നത്. അതാടാ, എന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ ചേച്ചി, വൃത്തികേടാണോ? ഞാൻ അത് നീ വടിക്കാറില്ലേ? അവിടെ ഫുൾ ഹെയറാണ്, അതാ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്. അവിടെ നല്ല സ്മെല്ലായിരിക്കും. ചേച്ചി, അങ്ങനെയൊക്കെ പറയാതെടാ. ഞാൻ അവിടെ 2 വീക്ക് കൂടുമ്പോൾ വടിക്കാറുള്ളൂ. അതുകൊണ്ടാണ്. ഞാൻ ഇന്ന് വേറൊരു ചേച്ചിയെ കണ്ടപ്പോൾ നിന്നെയാണ് ഓർമ്മ വന്നത്. ചേച്ചി, ആണോടാ? ഞാൻ ചേച്ചി, അത് ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ. പിന്നെ വടിച്ചിട്ട് ഇപ്പോൾ 3 വീക്കായി. ഇപ്പോൾ വേറെ എവിടെയും പോകുന്നില്ലല്ലോ, അതാ. ഞാൻ പിന്നെ ഞാൻ ചിരിച്ചു. ചേച്ചി, എന്താടാ ചിരിക്കുന്നേ? ഞാൻ അത് കാണുമ്പോൾ എന്തോ പോലെയാ. ചേച്ചി, അതെന്താ? എനിക്ക് അത് തന്നെ. അത് കേട്ട് ചേച്ചി ചിരിച്ചു. ഞാനും ചിരിച്ചു. ചേച്ചി, എന്നിട്ട് ഇന്ന് രാവിലെ ഉണ്ടായോ? ഞാൻ ചേച്ചി, എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ ചെയ്യേണ്ടത് തന്നെ ചെയ്തു. സോറി കേട്ടോ. ചേച്ചി, പോട്ടെ. ഞാൻ ചിരിച്ചു. ചേച്ചി, ഓക്കെ, എന്നാൽ പോയി ഉറങ്ങിക്കോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റും. ചേച്ചി, അതെന്താ? എനിക്ക് അങ്ങനെ നിൽപ്പാ. ചേച്ചി, ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഞാൻ ചെയ്യേണ്ടത് തന്നെ ചെയ്യണം. ചേച്ചി, ഞാൻ എടി, ഒരു കൂട്ടം ചോദിച്ചാൽ തരുമോ? ചേച്ചി, എന്താടാ? ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ. ചേച്ചി, പോടാ വിടുന്ന്, വൃത്തികേട് പറയാതെ. ഞാൻ പ്ലീസ്. ചേച്ചി, അത് കണ്ടിട്ട്
ചേച്ചി അത് കണ്ടിട്ട് എന്ത് കിട്ടാനാ? ഞാൻ അത് അത് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഇതാണ് പ്ലീസ്. ചേച്ചി എടാ എന്നാലും അത് വേണം. നോക്കട്ടെ. ഞാൻ വേഗം. പെട്ടെന്ന് ചേച്ചി ഒരു നല്ല ഫോട്ടോ അയച്ചു തന്നു. ഞാൻ എൻ്റെ അമ്മ ഇതെന്തുവാ സൂപ്പർ ഉമ്മ. എനിക്കത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. ചേച്ചി പോടാ വിടുന്നു. ഞാൻ ഇതിൽ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ എന്തായിരിക്കും? ചേച്ചി എനിക്ക് അയ്യോ. ചേച്ചി അയ്യോ എന്ത് പറ്റിയടാ? ഞാൻ ചേച്ചി ചേച്ചി ഓ എനിക്ക് മനസ്സിലായി. ഞാൻ ചേച്ചി അപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ? ഇനി പോയി കിടന്നുറങ്ങും. ഞാൻ ചേച്ചി പിന്നെ ഉണ്ടാ കുളിച്ചിട്ടേ കിടക്കാവൂട്ടോ. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. ചേച്ചി ചിരിക്കാനല്ല കാര്യം പറഞ്ഞതാ വൃത്തികെട്ടവൻ. ഞാൻ ഓക്കെ ഗുഡ് നൈറ്റ് ചേച്ചി, ഗുഡ് നൈറ്റ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ 10 മണിയായപ്പോഴാണ് എണീറ്റ് ചായ കുടിച്ചു. എൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ട്. അപ്പോഴേക്കും അമ്മ ജോലിക്ക് പോയിരുന്നു. വീട്ടിൽ വേറെ ആരുമില്ല. അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവൾക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ ഹായ് ചേച്ചി, ഹായ് ഗുഡ് മോർണിംഗ്, എണീറ്റോ? ഞാൻ ഗുഡ് മോർണിംഗ്, ഞാനിപ്പോഴാണ് എണീറ്റേ. ചേച്ചി ക്ഷീണം കാണും. ഞാൻ ചിരിച്ചു. അതെ ചേച്ചി. അത് കേട്ട് ഞാൻ ചിരിച്ചു. അതെ ചേച്ചി. അപ്പോൾ ഇന്നലെ എപ്പോൾ കിടന്നു? ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കിടന്നുറങ്ങിപ്പോയി ചേച്ചി. കൊള്ളാം. ഞാൻ സോറി ഡി. ഞാൻ ഒരു 8:30 മണി കഴിഞ്ഞാൽ പിന്നെ വീഡിയോസൊക്കെ കണ്ട് ആകെ പണിയായിട്ടിരിക്കുമായിരിക്കും. ഞാൻ നോർമൽ മൈൻഡായിട്ടിരുന്നപ്പോഴാണ് നിനക്ക് മെസ്സേജ് അയച്ചത്. പക്ഷേ റിപ്ലൈ തന്നപ്പോൾ ഞാനാകെ വേറെ ലോകത്തായിരുന്നു. അതാണ് പറ്റിപ്പോയത്. സോറി കേട്ടോ ചേച്ചി. പോട്ടെ, സാരമില്ല. ഞാൻ ചേച്ചി ഇന്നെന്താ പണി? ഞാൻ ചുമ്മാ ഇരിക്കുന്നു. ചേച്ചി എങ്കിൽ പോയി ഫുഡ് കഴിക്കും. ഞാൻ പോയി കുളിക്കട്ടെ. ഞാൻ ഓക്കെ, ഞാൻ പോയി കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ 2 പേരും പോയി. പിന്നീട് ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഞാൻ വാട്സപ്പിൽ കയറി ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ഹായ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. തിരിച്ച് ചേച്ചിയുടെ മെസ്സേജ് വന്നു, ഹായ്. ഞാൻ എന്തെടുക്കുക? ചേച്ചി. അപ്പുറത്തെ ചേച്ചിയുടെ മോൻ മരത്തിൽ കയറി കാൽ തെന്നി വീണു. കാലിൽ ഒരു മുറിവുണ്ട്, കുഴപ്പമില്ല, അത് മരുന്ന് വെച്ച് കെട്ടി. ഞാൻ ആണോ? എനിക്കും പണ്ട് അങ്ങനെ പറ്റിയതാ ചേച്ചി. എന്നിട്ടോ? ഞാൻ എന്നിട്ടെന്താ, ഒരു നല്ല പണി കിട്ടി. ചേച്ചി എന്തു പറ്റി? ഞാൻ ഒന്നുമില്ല. ചേച്ചി അതെന്താ, എന്തു പറ്റിയടാ? ഞാൻ എടി അത്. ചേച്ചി പറയടാ. ഞാൻ അത് എടി മരത്തിൽ വെച്ച് കാല് തന്നെ നേരെ താഴോട്ട് മരക്കൊമ്പിൽ വന്നിടിച്ചു നിന്നു. പിന്നെ ആ സാധനം കമ്പിൽ കൊണ്ട് ചതഞ്ഞു. ചേച്ചി അയ്യോ. എന്നിട്ടോ? ഞാൻ ഓപ്പറേഷൻ ചെയ്തു. തുമ്പത്ത് കൂർപ്പിച്ച് വെച്ചേക്കുക, തൊലി ചെത്തി തൊപ്പിയിട്ടു. ചേച്ചി ആഹാ, പാവം കൊച്ച്. അത് കേട്ട് ഞാൻ ചിരിച്ചു. ചേച്ചി നീ എന്ത് ചെയ്യുകയാ? ഞാൻ ചുമ്മാ സിനിമ കാണുമായിരുന്നു, വേറെ ഒന്നുമില്ല. ചേച്ചി മറ്റേ സിനിമയായിരിക്കും. ഞാൻ അല്ലടി, ഇപ്പോൾ അതൊന്നും കാണില്ല, അതൊക്കെ രാത്രിയിലല്ലേ. ചേച്ചി കൊള്ളാം. ഞാൻ നാളെ ശനിയാഴ്ചയല്ലേ, എന്താ പരിപാടി? ചേച്ചി പുറത്തോട്ട് പോകണം. ഞാൻ ചിരിച്ചു. അത് കേട്ട് ഞാൻ ചിരിച്ചു. ചേച്ചി എന്താ ചിരിക്കാൻ മാത്രം? പോ അവിടുന്ന്. ഞാൻ വേറെ എന്താ? ചേച്ചി ആകെ ബോറാ. ഞാൻ ടൈപ്പ് ചെയ്ത് മടുത്തു, നമുക്ക് വീഡിയോ കോൾ ചെയ്താലോ?
ചേച്ചി, ഒരു മിനിറ്റ്, ഞാൻ വിളിക്കട്ടെ?